ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. കൃഷ്ണായനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ. പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കൃഷ്ണായനം കേൾക്കുമ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗോവർദ്ധനം കുടയായി. വൃന്ദാവനം ഇന്ദ്രോത്സവത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. ഇന്ദ്രൻ വർഷകാല ദേവതയാണ്. അദ്ദേഹമാണ് വൃഷ്ടിയെ നിയന്ത്രിക്കുന്നത്. ഇന്ദ്രൻ കോപിച്ചാൽ അനാവൃഷ്ടി, അനാദരവ് കാണിച്ചാൽ അതിവൃഷ്ടി. രണ്ടും ഗോകുലത്തെ തകർക്കും. വേണ്ടപ്പോൾ മഴ. അത് ഇന്ദ്രൻ്റെ സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. യഥാവസരം യാഗത്തിലൂടെ ഇന്ദ്രനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ കോപമാണ് ബലം. അതുകൊണ്ട് വർഷം തോറും അവർ ഇന്ദ്രനു വേണ്ടി യാഗം നടത്തുന്നു. പാലും നെയ്യും എത്രയെന്നോ യാഗത്തിന് ചെലവാകുക. ഋത്തിക്കുകളും പുരോഹിതന്മാരും കുംഭ നിറച്ച് മടി നിറച്ച് പോകുന്നു. ഗോകുലത്തിൻ്റെ ഐശ്വര്യം വാർന്നൊഴുകുന്നു. ഇക്കൊല്ലവും ഗർഗാചാര്യൻ്റെ നേതൃത്വത്തിൽ യാഗവേദികൾ ഒരുങ്ങി. പണ്ഡിതന്മാരും ഋത്തിക്കുകളും നേരത്തെ എത്തി. ഗോകുലത്തിലെ കൊഴുത്ത പശുക്കൾ തൂവുന്ന നറും പാൽ കുടിച്ചു വസിക്കുക, അതായിരുന്നു പുരോഹിതരുടെ ചിന്ത. യാദവർക്ക് ആഹ്ലാദ നിമിഷങ്ങളാണിത്. ആണ്ടുതോറും അരങ്ങേറുന്ന ഉത്സവം ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ഭംഗിയായി നടത്തണമെന്നാണ് യാദവരുടെ താൽപ്പര്യം. അതിനുവേണ്ടി എന്തും ബലി കഴിക്കുവാൻ അവർ തയ്യാറാണ്. വെണ്ണയും നെയ്യും യാഗവേദിയിൽ ധാരാളം എത്തിച്ചു. ഗോപാലബാലനായി വനത്തിൽ അലഞ്ഞു നടന്നപ്പോൾ കണ്ണൻ ഉത്സവത്തെക്കുറിച്ച് ചിന്തിച്ചു. വനഭംഗികൾ കണ്ടു നടന്നപ്പോൾ കണ്ണൻ്റെ മനസ്സിൽ നൂതനമായ ഒരാശയം പൊന്തി വന്നു. അപ്പോൾ തന്നെ കണ്ണൻ ശ്രീദാമാവുമായി അതിനെപ്പറ്റി ചർച്ച ചെയ്തു. ബാലന്മാർക്ക് ആ ചിന്ത നന്നേ പ്രിയമായിരുന്നു. പുരോഹിതന്മാർ ഗർഗാചാര്യൻ്റെ നേതൃത്വത്തിൽ കാളിന്തി പുളിനത്തിൽ സംഘം ചേർന്നു. നന്ദഗോപനും വൃഷഭാനുവും ഗോപന്മാരും ഭയഭക്തിയോടെ അവരെ ചുറ്റിപ്പറ്റി നിന്നു. മഹത്തായ യാഗമാണ് ഇന്ദ്രയാഗം. അതിന് ഗ്രാമത്തിൽ നിന്നൊരു പുരുഷൻ യജ്ഞദീക്ഷ എടുക്കണം. അയാളെ യാഗം തീരുവോളം യജമാനൻ എന്നാണ് വിളിക്കുക. കഴിഞ്ഞ തവണ ബലരാമനായിരുന്നു. ഇത്തവണ ആരാണ് യജമാനനാവുക? ഗർഗാചാര്യൻ്റെ മനസ്സിൽ കണ്ണനാണ് തെളിഞ്ഞു വന്നത്. പക്ഷേ യജ്ഞങ്ങളുടെ നാഥനാണ് കണ്ണൻ. അദ്ദേഹം യജമാനനാവുമോ? ആചാര്യൻ ഒരു കാര്യം ഓർത്തു. കഴിഞ്ഞ വർഷമേ ഇന്ദ്രോത്സവത്തിൽ കണ്ണന് വലിയ താല്പര്യമില്ലായിരുന്നു. അന്ന് ഉത്സവം നടന്നപ്പോൾ കണ്ണൻ ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ നീലനികുഞ്ചത്തിലിരുന്ന് പാടുകയായിരുന്നു. ആ പാട്ട് താനും കേട്ടതാണ്. മരങ്ങളെയും പുഴകളെയും പുൽക്കൊടികളെയും പ്രകീർത്തിക്കുന്ന ഒരു ഗാനം. കണ്ണൻ്റെ ആത്മരാഗമാണ് ആ ഗാനം എന്ന് അന്ന് തോന്നി. പ്രകൃതിയെ സ്നേഹിക്കുന്ന മനമാണ് കണ്ണൻ്റേത്. മധുമാസം മാധവന് നൽകുന്ന ആനന്ദം അനിർവചനീയമാണ്. കണ്ണൻ ഇന്ദ്രോത്സവത്തെ വെറുക്കുന്നുണ്ടോ എന്ന് എന്തായാലും അന്വേഷിക്കണം, ഗർഗാചാര്യൻ ചിന്തിച്ചു. സായാഹ്നമായി. കണ്ണനും സഖാക്കളും കാലികളും ഭവനങ്ങളിൽ വന്നു ചേർന്നു. ശ്യാമവർണ്ണനായ കണ്ണൻ ഗർഗാചാര്യനെ വന്ദിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സവിധത്തിൽ എത്തി. തേജോഭവനായ കണ്ണനെ കണ്ടപ്പോൾ തന്നെ ആചാര്യൻ എഴുന്നേറ്റു. കണ്ണൻ ഗുരുവിനെ വന്ദിച്ചു. നീലമേഘവർണ്ണനായ കേശവൻ അകൃത്രിമദ്യുതിയായി വിളങ്ങി. ആചാര്യൻ പറഞ്ഞു, കണ്ണാ, ഇന്ദ്രോത്സവം ആരംഭിക്കാറായി. പതിവ് പോലെ യജ്ഞം വേണം. ഇത്തവണ യജമാനനായി നിന്നെ തന്നെ നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. യജ്ഞത്തിൻ്റെ ഒരുക്കം പൂർത്തിയാകുമ്പോൾ യാഗദീക്ഷ ആരംഭിക്കണം. ആചാര്യനെ ബഹുമാനിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു, ആചാര്യ,
യാഗത്തിൻ്റെ യജമാനൻ നിസ്സാരനല്ല. ബാഹ്യമായും ആഭ്യന്തരമായും സർവകർമ്മ പരിത്യാഗിയാകണം. പക്ഷേ ഇവിടെ അത് വേണമെന്നില്ല. യോഗ്യനായ ഒരാളെ ലഭിച്ചാൽ മതി. അതിന് ജ്യേഷ്ഠനായ ബലരാമനാണ് അനുയോജ്യൻ. ഗർഗൻ പറഞ്ഞു, കഴിഞ്ഞ തവണ ബലരാമൻ യജമാനനായിരുന്നല്ലോ. ഇത്തവണ നീയാണ് അർഹനെന്ന് എല്ലാവരും പറയുന്നു. എങ്കിൽ ശ്രീതാമാവിനെ ഏൽപ്പിക്കാം. യജ്ഞത്തിന് നാഥനാവാൻ ശുദ്ധമായ അന്ധകരണമാണ് പ്രധാന യോഗ്യത. അതുള്ള ആർക്കും യജമാനനാകാം. കൃഷ്ണൻ പറഞ്ഞു, ഇക്കൂട്ടത്തിൽ നിനക്കാണ് ശുദ്ധമായ അന്ധകരണമുള്ളത്. എന്തുകൊണ്ട് ഞങ്ങളുടെ വാക്കിനെ നിനക്ക് അംഗീകരിച്ചുകൂടാ? യജ്ഞത്തിൻ്റെ യജമാനനായിരിക്കുക ബഹുമതിയാണ്. അത്തരം ബഹുമതി മറ്റുള്ളവർക്ക് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനത്തിൻ്റെ സ്ഥിതഭാവമാണ് ഞാൻ. ഗർഗാചാര്യൻ പറഞ്ഞു, ഈ വൃന്ദാവനം നിന്നിലാണ് പ്രതീക്ഷ വച്ചിരിക്കുന്നത്. എന്താണ് യജമാനനാകാനുള്ള തടസ്സം? അത് പറയൂ. ഞാൻ സത്യം പറയാം. ആവട്ടെ, കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആചാര്യൻ പ്രോത്സാഹിപ്പിച്ചു. കണ്ണൻ തുറന്നു പറഞ്ഞു, എനിക്ക് ഇന്ദ്രോത്സവം നടത്തുന്നതിൽ നല്ല മനസ്സില്ല. ആചാര്യൻ പറഞ്ഞു, കണ്ണാ, പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയാണ് നിനക്ക്. എന്താണ് സുന്ദരമായ ഈ ഉത്സവം നടത്തുന്നതിലുള്ള തെറ്റ്? അതുമല്ല, ഗോപാലന്മാരുടെ പഴയ ആചാരം കൂടിയാണ് ഈ ഉത്സവം. പഴമയെ സ്നേഹിക്കണമെന്ന് നീ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശരിയാണ് ഞാൻ പറഞ്ഞത്. കണ്ണൻ തുടർന്നു, പഴമയെ സ്നേഹിക്കണം. കാരണം കുലത്തിൻ്റെ അടിവേരുകൾ അവിടെയാണ് ഓടിയിരിക്കുന്നത്. പഴമയെ പുണരുന്നത് വ്യക്തമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടല്ല. ഇന്ദ്രനാണ് മഴ പൊഴിക്കുന്നതെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ദേവപ്രഭുവിൻ്റെ കർമ്മമാണ്. കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ദേവേന്ദ്രന് എവിടെയാണ് അധികാരം? പാലും നെയ്യും അഗ്നിയിൽ ഹോമിക്കുന്നതിലൂടെ ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത്. പ്രീതി അങ്ങനെയല്ല ദേവന്മാർ ഉൾക്കൊള്ളേണ്ടത്. മർത്യൻ്റെ വിശുദ്ധമായ കർമ്മം കൊണ്ടാവണം. മറ്റുള്ളവരെ സ്നേഹിക്കുക, വിശക്കുന്നവർക്ക് ആഹാരം നൽകുക, അതാണ് നല്ല കർമ്മങ്ങൾ. പകരം യാഗം നടത്തി കുറേ ജനങ്ങൾ സംതൃപ്തരാവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനുവേണ്ടി ഞാൻ യജമാനനാവുകയില്ല. ഒരു നിമിഷം കഴിഞ്ഞ് കണ്ണൻ പിന്നെയും പറഞ്ഞു, ഇന്ദ്രനെ നാം ഭയക്കുന്നു. യാഗം നടന്നില്ലെങ്കിൽ ദേവപ്രഭു ഉപദ്രവിക്കുമെന്ന് കരുതുന്നു. അതുമൂലം ഗോകുലത്തിൻ്റെ സമ്പാദ്യം സഹസ്രാക്ഷന് കാഴ്ചവെക്കുന്നു. നാം ആരെയും ഭയക്കരുത്. ഭയം ഒന്നിനും പകരം നിൽക്കുന്നതല്ല. ഭയം ഒഴിവാക്കിയാൽ പരാജയം നമുക്കുണ്ടാവുകയില്ല. ആചാര്യൻ പറഞ്ഞു, കണ്ണാ, ബാലചാബല്യം പറയാതിരിക്കൂ. യാഗം നടന്നില്ലെങ്കിൽ ദേവപ്രഭു കോപിക്കും. ഒന്നുകിൽ അതിവൃഷ്ടി, ഗോകുലം ജലത്തിൽ മുങ്ങും. അല്ലെങ്കിൽ അനാവൃഷ്ടി, എല്ലാം കരിഞ്ഞുണങ്ങും. അതുകൊണ്ട് യാഗം നടത്തുന്നതാണ് ഉചിതം. കണ്ണൻ പറഞ്ഞു, ആചാര്യരെ, അങ്ങും ദേവപതിയെ ഭയക്കുന്നുവല്ലോ. ആപത്തുണ്ടാകുമെന്ന് ഭയന്ന് നടത്തുന്ന യാഗവും ഉത്സവവും തെറ്റാണ്. ഫലാപേക്ഷയില്ലാത്ത യാഗം ആവാം, ഫലേച്ഛയില്ലാത്ത കർമ്മവുമാകാം. മറ്റുള്ളവയെല്ലാം ആസുരമാണ്, നിഷിദ്ധമാണ്. ഈ യാഗം ഒഴിവാക്കേണ്ടതാണ്. മകനെ, ഇത് ദൈവദോഷമാണ്, ആചാര്യൻ പറഞ്ഞു. ആചാര്യ, നമ്മെ സ്നേഹിക്കുന്നവർക്ക് ഒരു യജ്ഞം നടത്തുന്നത് നല്ലതാണ്. അവരുടെ നന്മയാണ് അതിൽ പ്രധാനം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാം ഒന്നും ചെയ്യാതിരുന്നാൽ മതി. കണ്ണൻ്റെ കണ്ണിൽ സ്നേഹത്തിൻ്റെ തിളക്കം, മുഖത്ത് ഔദാര്യത്തിൻ്റെ പ്രഭ. ആചാര്യൻ പറഞ്ഞു, കണ്ണാ, നിന്റെ അഭിപ്രായത്തിൽ ഈ ഉത്സവം ഉപേക്ഷിക്കണമെന്നാണോ? അതോ മറിച്ച് നിനക്കെന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആചാര്യൻ്റെ വാക്കുകൾ കേട്ട് കേശവൻ പറഞ്ഞു, ഗോകുലത്തിന് എന്നും നേട്ടമുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുള്ള ശ്രേഷ്ഠനാണ് അങ്ങ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ദ്രാദി ദേവന്മാർ സ്വകർമ്മം കൊണ്ട് സൗഖ്യം അനുഭവിക്കുന്നു. അവരുടെ സ്നേഹം മുക്തിപ്രദമല്ല. നമുക്ക് ഭൗതികമായി കുറേ സുഖങ്ങൾ പ്രദാനം ചെയ്യുവാൻ അവർക്ക് കഴിയും. അതും നമ്മുടെ കർമ്മമനുസരിച്ച് മാത്രം. അന്തിമമായി മോക്ഷം തരുവാൻ ഇവർക്ക് കഴിയുകയില്ല. കർമ്മം സഫലമായാൽ ദേവൻ മർത്യനാകും. കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനല്ലേ ദേവേന്ദ്രൻ? കർമ്മത്തിൻ്റെ ഫലമായി അവൻ സ്വർഗത്തിൽ വസിക്കുന്നു. പുണ്യത്തിൻ്റെ ഫലം തീരുമ്പോൾ ദേവേന്ദ്രൻ വെറും മനുഷ്യൻ.
ഓരോ ബ്രഹ്മകൽപ്പത്തിലും ഇതുപോലെ അനേകം ഇന്ദ്രന്മാർ ഉണ്ടാകും. അതുതന്നെയാണ് ബ്രഹ്മസൃഷ്ടികളുടെ മുഴുവൻ അവസ്ഥയും. അർപ്പണത്തോടെ പരമപുരുഷനെ പ്രാപിക്കുവാൻ പ്രയത്നിക്കണം. അപ്പോൾ നമുക്ക് സമ്പത്ത് ലഭിക്കുകയില്ല, നിർവ്വാണം ലഭിക്കും. അതിന് പങ്കില്ല, പകരമില്ല. ഇത്തരം മോക്ഷം ലഭിക്കുവാൻ സ്നേഹവും പൂജയും വേണം. ഗോക്കൾ, സജ്ജനങ്ങൾ, പ്രകൃതി എല്ലാം പരമേഷ്ഠിയുടെ പ്രാദുർഭാവത്തിൽ പ്രഫുല്ലങ്ങളാണ്. അതിനെ പൂജിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. നമുക്ക് പാല് തരുന്നത് പശുക്കളാണ്. പാല് മാത്രമല്ല, നെയ്യും തൈരും അവയിൽ നിന്ന് നാം സമ്പാദിക്കുന്നത്. ഈ ഗോക്കൾക്ക് ജീവിക്കുവാൻ വേണ്ട പുല്ല് നൽകുന്നത് ഗോവർദ്ധനമാണ്. അവൻ ഹരിയുടെ മാറിടത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. പുലസ്ത്യ തേജസ്സിനാൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ഗിരിയുടെ ദർശനത്താൽ തന്നെ മോക്ഷം വരുന്നു, ദുർഗതി അറ്റുപോകുന്നു. ഗോകുലത്തെ നിത്യം കാത്തു നിൽക്കുന്നു. നാം ഒന്നും നൽകിയിട്ടില്ല. ഗോവർദ്ധനം നമ്മെ സഹായിക്കുന്നത്. അതിൻ്റെ കർമ്മമാണത്. പച്ചപ്പുല്ലും തണൽ മരങ്ങളും കാളിന്തിക്ക് കുളിരും നൽകി നിൽക്കുന്ന ഗിരിരാജനെ എന്തുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൂടാ? അതാണ് അഭികാമ്യം. ദൃഢമായ സ്വരത്തിലുള്ള കണ്ണൻ്റെ വാക്കുകൾ അവിടെ കൂടിയിരുന്നവരിൽ അത്ഭുതം ജനിപ്പിച്ചു. കേവലം ഒരു ബാലൻ്റെ വാക്കുകളോ ഇത്? സത്യവും ജ്ഞാനവും ധർമ്മവും കോർത്തിണക്കിയുള്ള ഈ പ്രഭാഷണം കേട്ട ആചാര്യന്മാർ പുഞ്ചിരിച്ചു. ആ സമയം പ്രായമേറിയ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, കണ്ണാ, സുചിന്തിതമായ അഭിപ്രായമാണ് നിൻ്റേത്. ചിന്തയുടെ കാര്യത്തിൽ നീ വൃദ്ധൻ തന്നെ. അതുകൊണ്ട് ആ വാക്കിൻ്റെ തുഞ്ചിൽ പൊടിഞ്ഞ പൊരുൾ ഞങ്ങൾ അറിയുന്നു. കണ്ണാ, നിൻ്റെ അഭിപ്രായമാണ് ശരി. നമുക്ക് ജീവനം തരുന്നത് ഗോവർദ്ധനഗിരിയാണ്. അതിനെ പൂജിക്കുകയാണ് അഭികാമ്യം. എങ്ങനെയാണ് ആ പൂജ എന്നറിയാമെങ്കിൽ പറയുക. കണ്ണൻ പറഞ്ഞു, അത്ര വലിയ പൂജയൊന്നും അതിനാവശ്യമില്ല. ഗോവർദ്ധനത്തെ പൂജിക്കുവാൻ പഴങ്ങൾ വേണം. വാഴപ്പഴം, മാതളം, ആമ്രഫലം, പനസം എന്തുമാകാം. പിന്നെ പൂക്കൾ, ചന്ദനം, അകിൽ ഇവ വേണം. അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം. നിലവിളക്ക് വേണം. പർവ്വതത്തെ അണിയിച്ചൊരുക്കണം. കൊണ്ടുവരുന്നതെല്ലാം പർവ്വതത്തിന് നൽകണം. തുളസിയിലയിട്ട കൃഷ്ണാജലം ഗോവർദ്ധനത്തിന് നൽകണം. ശുദ്ധരായ സ്ത്രീ പുരുഷന്മാർ നമോ വൃന്ദാവനായ, നമോ ഗോവർദ്ധനായ എന്ന മന്ത്രം ജപിച്ച് വനത്തെ ബഹുമാനിക്കണം. മംഗളധ്വനി മുഴക്കി പർവ്വതത്തെ സന്തോഷിപ്പിക്കണം. അത്രയും മതി. ഗോവർദ്ധനം സന്തോഷിക്കും. ഇതൊന്നും നാം ചെയ്തില്ലെങ്കിലും ആ സ്നേഹത്തിന് കുറവില്ല. നടത്തിയാൽ ഒട്ടു കൂടുകയുമില്ല. അത് മഹാന്മാരുടെ ലക്ഷണവുമല്ല. മറ്റൊരാൾ പറഞ്ഞു, ഗോക്കളും ഗോവർദ്ധനവും നമുക്ക് ദിവ്യം തന്നെ. അവരെ പൂജിക്കുന്നതിലൂടെ മഹത്വം ലഭിക്കുന്നു. ഇതുവരെയും നാം അനുഷ്ഠിക്കാത്ത ഒരു പുണ്യകാര്യം തന്നെയാണ്. ഗോക്കളിൽ നിന്ന് ക്ഷമയും സ്നേഹവും നാം പഠിക്കുന്നു. പർവ്വതത്തിൽ നിന്ന് ഉറച്ച മനസ്സും നമ്മളിൽ എത്തിച്ചേരുന്നു. അവരാണ് നമ്മുടെ ദേവതകൾ. മറ്റൊരു വ്യക്തി പറഞ്ഞു, ഇന്ദ്രോത്സവം നടത്താതിരുന്നാൽ ദേവപ്രഭു കോപിക്കും. ഇന്ദ്രൻ ക്ഷിപ്രകോപിയായ ദേവനാണ്. കണ്ണൻ പറഞ്ഞു, ഇന്ദ്രൻ കോപിക്കട്ടെ, നാം ക്ഷമിക്കണം. ക്ഷമയാണ് ബലം. നന്ദഗോപനും വൃഷഭാനുവും കണ്ണൻ്റെ അഭിപ്രായത്തെ ശരിവെച്ചു. അവർ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെയാണ് കണ്ണാ. നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ഗോവർദ്ധനഗിരിയാണ്. ആ പർവ്വതത്തെ വേണ്ട പോലെ ബഹുമാനിക്കുകയോ പൂജിക്കുകയോ നാം ചെയ്യാറില്ല. ഇനിമേലിൽ നാം അതാവർത്തിക്കരുത്. ഗോവർദ്ധനത്തെ സ്നേഹിക്കണം, പൂജിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. ആചാര്യൻ പറഞ്ഞു, നിങ്ങളെല്ലാം സമ്മതിച്ചാൽ നമുക്ക് ഗോ ഉത്സവം നടത്താം. ഗോവർദ്ധനത്തെ പൂജിക്കാം. യാഗം ഗിരിക്ക് വേണ്ടിയാകാം. ഉത്സവത്തിൻ്റെ ചടങ്ങിന് മാറ്റം വേണ്ട. അധിഷ്ഠാന ദേവത മാറിയാൽ മതി. അത് കേട്ട് കണ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ യജമാനനാകാം. ഇന്ദ്രനു വേണ്ടി തയ്യാറാക്കിയ യാഗവസ്തുക്കൾ ഗോപന്മാർക്കുള്ള സദ്യയായി തീരട്ടെ. ഉത്സവ വാർത്ത വൃന്ദാവനത്തെ ആഹ്ലാദിപ്പിച്ചു. എന്നാൽ എല്ലാവരും അത്തരമൊരു ഉത്സവത്തിന് തയ്യാറായില്ല.
കേവലം ഒരു ബാലൻ്റെ അഭിപ്രായത്തിന് വഴങ്ങിക്കൊടുത്തതിൽ ആചാര്യനെ പോലും അവർ കുറ്റപ്പെടുത്തി. ഇനിമേലിൽ 7 ദിവസത്തെ യാഗമില്ല, 3 ദിവസത്തെ ഉത്സവം. അന്ന് ഗോപന്മാർ ഗോവർദ്ധനത്തിലെത്തും. എല്ലാവരും പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗിരിരാജന് വേണ്ടി പാട്ടുപാടും, നൃത്തം ചെയ്യും. ചെറിയ ഒരു യാഗവും അവസാനം ഉണ്ടായിരിക്കും. വിഭവസമൃദ്ധമായ സദ്യയാണ് പിന്നീട്. എല്ലാവർക്കും അതിൽ പങ്കുകൊള്ളാം. ഇത്തവണ കണ്ണൻ്റെ നേതൃത്വത്തിലാണ് ഉത്സവം. ബാലന്മാരും ബാലികമാരും സന്തോഷിച്ചു. വനനൃത്തം കാണുവാൻ അവരുടെ കണ്ണുകൾ കൊതിച്ചു. ഗോവർദ്ധനോത്സവത്തിന് വൃന്ദാവനം അണിഞ്ഞൊരുങ്ങി തുടങ്ങി. എതിർത്തവർ മധുരയിൽ നിന്നും പുരോഹിതരെ കൊണ്ടുവന്നു. കാളിന്തിയുടെ കരയിൽ അവർ യാഗകുണ്ഡം തീർത്തു. ഇന്ദ്രോത്സവത്തിന് തയ്യാറായി. ഉത്സവ ദിവസമായി. ഗോവർദ്ധനത്തിലേക്ക് ഗോപന്മാരും ഗോപാലന്മാരും ഗോപികമാരും യാത്രയായി. പശുക്കളെ കുളിപ്പിച്ചു, ചന്ദനം തൊടുവിച്ചു, കൊമ്പുകളിൽ നിറമാല അണിയിച്ചു, കഴുത്തിൽ പുതിയ കുടമണികൾ കെട്ടി, നെറ്റിയിൽ പൊട്ടുകുത്തി, നീലക്കയറിട്ട് കഴുത്തിന് ശോഭയേറ്റി. കാളക്കൂറ്റന്മാരുടെ പൂണിലും ചന്ദനം ചാർത്തി. പ്രൗഢകളായ ഗോപികമാർ വർണ്ണശബളമായ വസ്ത്രം ധരിച്ചു. കാളവണ്ടികളിൽ കയറി അവർ യാത്രയായി. പാട്ടുപാടിയും താളമിട്ടും യാത്രയ്ക്ക് കൊഴുപ്പേകി. വണ്ടിക്കാളയുടെ കഴുത്തിൽ താമരപ്പൂ മാല ബന്ധിച്ചു. മണികിലുക്കി താട ആട്ടി ആനന്ദത്തോടെ കാളകൾ ഗോവർദ്ധനത്തിലേക്ക് വണ്ടി വലിച്ചു. ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിൽ യജമാനനായ കണ്ണൻ നടന്നു. ശ്വേതവർണ്ണനും നീലാംബരധാരിയുമായ ബലരാമന് കണ്ണനേക്കാൾ ഉയരമുണ്ട്. ബലഭദ്രൻ കർഷകരുടെ അടയാളമായ ഒരു കലപ്പയും തോളിലേന്തിയിരുന്നു. ഗോപരുടെ കണ്ണിലുണ്ണിയായ കണ്ണൻ അന്ന് പതിവിലും കൂടുതൽ ശോഭിച്ചിരുന്നു. പ്രിയപ്പെട്ട വേഷമായ പീതാംബരമാണ് അവൻ ധരിച്ചിരുന്നത്. മാറിൽ വനമാലയും മനോഹരമായ ഒരു രത്നമാലയും അണിഞ്ഞിരുന്നു. മുടി നെറുകയിൽ കെട്ടിവെച്ച് മയിൽപ്പീലി ചൂടിയിരുന്നു. കാലിൽ തളയും അരയിൽ ഒഡ്യാണവും കേശവൻ അണിഞ്ഞിരുന്നു. ഒരു കൈയിൽ ഓടക്കുഴൽ വെച്ചിരുന്നു. കോലക്കുഴൽ ഇല്ലായിരുന്നു. ചുവട് വെച്ച് നടക്കുന്ന കണ്ണൻ്റെ യാത്രയ്ക്ക് പോലും ഇമ്പമുണ്ടായിരുന്നു. നൃത്തം ചെയ്യുന്നത് പോലെയാണ് കണ്ണൻ്റെ യാത്ര. രാധ കണ്ണനോടൊപ്പം നടന്നു. കപിലയ്ക്ക് അതിഷ്ടമായിരുന്നില്ല. എങ്കിലും വൃഷഭാനു അനുവദിച്ചു. രാധ കണ്ണൻ്റെ ഊർജമായി. ഗോപികമാർ നൃത്തം ചെയ്തു. കണ്ണൻ മുരളി വായിച്ച് നടന്നു. ഗോപികമാർ ദ്രുത നടനം നടത്തി. ആർക്കും ആനന്ദം ജനിപ്പിക്കുന്നതായിരുന്നു ആ യാത്ര. കണിക്കൊന്നയുടെ കാന്തിയുള്ള കണ്ണൻ കമനീയ രൂപനായി എല്ലാത്തിനും നേതൃത്വം നൽകി. ഇതിനിടയിൽ പ്രായമേറിയ ജനങ്ങളെ അടുത്തു കാണുവാനും അവർക്ക് ഉത്സാഹം പകരുവാനും കണ്ണൻ മടിച്ചില്ല. എല്ലാവരുടെയും സമീപത്തണഞ്ഞും കുശലം ചോദിച്ചും ചാട്ടിൽ സഞ്ചരിക്കുന്ന അമ്മമാരുടെ അടുത്ത് കൊഞ്ചിയും രാധയുടെ ചെവിയിൽ രതിമന്മത സൂക്തം മോദിയും നാണം കൊണ്ട് മൗനിയാകുന്ന രാധയെ ചൊടിപ്പിച്ചും കൊഞ്ചിക്കുഴഞ്ഞും ആനന്ദം തഞ്ചുമാറ് ആടിയും പാടിയും യാത്രാസംഘത്തിൽ നിറഞ്ഞു നിന്നു കണ്ണൻ. സർവം കേശവമയമായി. ഘോഷയാത്ര മധ്യാഹ്നത്തോടെ ഗോവർദ്ധനത്തിലെത്തി. തണൽ പരത്തി ആർക്കും ആമോദം നൽകി വൻ വൃക്ഷങ്ങളാൽ ഗൗരവം ചൂടി നിൽക്കുന്ന ഗംഭീരനായ ഗിരിരാജൻ. കുലപർവ്വതത്തിൻ്റെ ഉച്ചിയിൽ നിന്നൊഴുകി വരുന്ന നീർച്ചാലുകൾ വെള്ളിവര പോലെ തിളങ്ങി. വൻമരങ്ങളുടെ ചുവട്ടിൽ ബാലന്മാർ വിശ്രമിച്ചു. നേരത്തെ തന്നെ വിഭവസമൃദ്ധമായ സദ്യ അവിടെ തയ്യാറാക്കിയിരുന്നു. ഗോപന്മാർ മതി വരുവോളം ഭക്ഷണം കഴിച്ചു. രുചികരമായ വിഭവങ്ങൾ. ഈ മൃഷ്ടാന്ന ഭോജനം തയ്യാറാക്കിയതെങ്ങനെയെന്ന് ആർക്കും നിശ്ചയമില്ല. ഹൃദ്യമായ ഖാദ്യങ്ങളും പേയങ്ങളും ലേഹ്യങ്ങളും സദ്യയ്ക്ക് ഉന്മേഷം പകർന്നു. ആകാശത്ത് അഷ്ടദിക്പാലകന്മാർ നിരന്നു. ബ്രഹ്മാവും ശിവനും ഗോവർദ്ധനത്തിലെ കാഴ്ച കാണുവാനെത്തി. ഗോപാലന്മാർ ഗോവർദ്ധനത്തെ ഒരുക്കി. പൂക്കൾ അണിയിച്ചും ചന്ദനവും ഗോരോചനവും ചാർത്തിയും ഗിരിയെ മനോഹരമാക്കി. ഗോപന്മാർ നിവേദ്യം തയ്യാറാക്കി. ഗോപന്മാരെല്ലാം ഗോവർദ്ധനത്തെ മനസ്സിൽ ധ്യാനിച്ചു നിന്നു. ഭഗവാൻ പർവ്വതരൂപം ധരിച്ച് നീലക്കൊടുമുടിയിൽ നിന്നിറങ്ങി വന്നു. ആ നിവേദ്യം സ്വീകരിച്ചു. അദൃശ്യമായ ആ ശക്തി നൈവേദ്യം സ്വീകരിച്ചതോടെ ഗോപന്മാർ അതീവ സന്തുഷ്ടരായി.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.